ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്ന് വരുന്നത് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. BS6 മോഡലാണ്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്, ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ, അതിൻ്റെ പ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ട്, പിന്നെ അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഈ ബാക്കിലെ ബ്രേക്സ് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ അത്യാവശ്യം പുതിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റും അതിൻ്റെ വേരിയേറ്റർ ബോഡി ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ഡ്രൈവ് ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ വേണ്ട, ഈ ഇതിൽ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടുത്ത സർവീസിൽ നമുക്കത് കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാം കേട്ടോ. എയർ ഫിൽറ്റർ ഒന്ന് മാറ്റണം നമുക്ക്. എയർ ഫിൽറ്റർ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് എയർ ഫിൽറ്റർ. എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിക്കളയാം. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റാനായിട്ട്, ഇപ്പോൾ എഞ്ചിൻ ഓയിലൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ് ഇരിക്കുന്നത്. കാരണം വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാറ്ററിയുടെ കംപ്ലയിൻ്റൊക്കെ നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, 13.2 വോൾട്ടും ബാറ്ററി ഓക്കെ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതിൻ്റെ ഫ്രണ്ട് വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ബാക്ക് വീൽ അഴിച്ചുകൊണ്ടാണ് ഫ്രണ്ട് അഴിക്കാത്തത്, അപ്പോൾ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ അതിൻ്റെ പ്ലഗും നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് ആയാലും പ്ലഗും എയർ ഫിൽറ്ററും കൂടിയാണ് നമുക്ക് ഒരുമിച്ച് മാറ്റേണ്ടത്. അപ്പോൾ പ്ലഗും എയർ ഫിൽറ്ററും കൂടി നമുക്കൊന്ന് ഒരുമിച്ച് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ വേറെ പറയത്തേക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല, സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള കംപ്ലയിൻ്റൊക്കെ ഉള്ളൂ, വേറെ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.